ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ റീനീറ്റ് പരീക്ഷ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും വലിയ ആശങ്കകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പരീക്ഷേനേക്കാളും അല്പം കൂടി ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളൊരു പൊതുവെയുള്ളൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ പരീക്ഷേൻ്റെ ഒരു അനാലിസിസ് പല രീതിയിൽ നമ്മുടെ ചാനലുകളിൽ തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു നെക്സ്റ്റ് സ്റ്റെപ്സിന് വേണ്ടിയിട്ട് അതും കൂടെ പറയേണ്ടതുകൊണ്ട് പൊതുവെയുള്ള അഭിപ്രായങ്ങൾ, ഫിസിക്സ് എൻ്റെ ഡിഫിക്കൽറ്റി ലെവലിനെ കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കെമിസ്ട്രി ഒരു ഈസി ടു മോഡറേറ്റ് ആണ് പറയുന്നത്. ബയോളജി കമ്പാരിറ്റീവ്ലി ഈസി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫിലെ കഴിഞ്ഞ വർഷത്തെക്കാളും വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കട്ട് ഓഫിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ CEO ഡോക്ടർ അനന്ത് സാർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ അത്തരം വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു കോമ്പറ്റീഷനെ കുറിച്ചിട്ടും 600 മുകളിലുള്ള കുട്ടിയുടെ എണ്ണത്തെക്കുറിച്ചൊക്കെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഒഫീഷ്യൽ ആൻസർ കീ വരുന്നതോട് കൂടിയിട്ട് കൂടുതൽ കുട്ടികൾ അവരുടെ സ്കോറൊക്കെ ചെക്ക് ചെയ്യുന്നതോടുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൽ ഞാൻ അതിനെ 7 സ്റ്റെപ്പുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക, മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് നന്നായിട്ട് ഞാൻ ഈ പറഞ്ഞ 7 സ്റ്റെപ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീ ലഭ്യമാവുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് പല സോഴ്സുകളിൽ നിന്നായിട്ട് ഓൾറെഡി നമ്മുടെ ആൻസർ കീസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആൻസർ കീസ് ഉപയോഗിച്ച് ഏകദേശം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യം, ഈ സ്കോർ ചെക്ക് ചെയ്യില്ല. എൻ്റെ സ്കോർ ഞാൻ ചെക്ക് ചെയ്യില്ല, എനിക്ക് ടെൻഷനാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക, നമ്മളിനി എങ്ങനെ, നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രോസസ്സിലേക്ക് കൂടെ കടന്നു പോയി കഴിഞ്ഞാലും, ഏത് തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളിലേക്ക് കൂടെ കടന്നു പോയി കഴിഞ്ഞാലും ആ സ്കോറിന് മാറ്റം വരാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ എഴുതിയത് ഓൾറെഡി അവിടെ എന്ത് ചെയ്തു, റെക്കോർഡിക്കലായിട്ട് അവിടെ പോയി കഴിഞ്ഞു. ആ സംഗതിൻ്റെ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന മാർക്ക് ഫിക്സഡ് ആണ്. ഇനി ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരില്ല. അതുകൊണ്ട് തന്നെ കാൽക്കുലേഷൻ ചെയ്യാൻ, അതായത് സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു മടിയും നിങ്ങൾ കാണിക്കരുത്. അപ്പോൾ എനിക്കറിയാം ഇത്, കാരണം ഞാൻ നിങ്ങളോട് പലപ്പോഴും ഈ എൻ്റെ വീഡിയോസിന് പറഞ്ഞു, അൺഫിനിഷ്ഡ് ബിസിനസ് എന്നുള്ള സംഗതി ഉണ്ട് മൈൻഡിൽ. അതായത് നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അൺസർട്ടനിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിനെ വലിയ രീതിയിൽ ബാധിക്കും. അതങ്ങ് ഫിനിഷ് ചെയ്തേക്കുക. എത്രയാണ് എൻ്റെ സ്കോർ, ഞാൻ ധൈര്യപൂർവ്വം നോക്കുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, തീർച്ചയായും നിങ്ങളുടെ സ്കോർ നോക്കാൻ വേണ്ടി ഒരു മടിയും ഉണ്ടാവരുത്. എന്നാലും മാത്രമേ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റൂ. ഇപ്പം എനിക്ക് എത്രയാണ് സ്കോർ കിട്ടുന്നത് എന്നുള്ള എനിക്ക് നല്ല ആശങ്കയുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ സ്കോർ നോക്കുന്നില്ല. ഇതെന്തൊരു മണ്ടത്തരാണ്. ശരിക്കും അങ്ങനെ തന്നെ ഞാൻ പറയും, മണ്ടത്തരം തന്നെ പറയും. കാരണം നിങ്ങളുടെ സ്കോർ നോക്കാതിരിക്കുന്നിടത്തോളം നിങ്ങൾ ടെൻഷൻ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം ആ സ്കോർ നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് സ്കോർ നോക്കാൻ ഒരു മടിയും കാണിക്കരുത് എന്നാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് യുവർ ചാൻസസ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ, പണ്ടത്തെ കാലമൊന്നുമില്ല, ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട് നിങ്ങളുടെ ചാൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സ്കോർ പ്രഡിക്റ്റേഴ്സ് ആയിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും, ChatGPTയിലുണ്ട്, മെറ്റായിലുണ്ട്, ജെമിനിയിലുണ്ട്. ഇപ്പോൾ പല സോഴ്സ് ഉപയോഗിച്ച്, അതായത് ഒരിക്കലും ഒരു സെർച്ച് എഞ്ചിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പല സോഴ്സുകളിൽ കൂടെ, സപ്പോസ് നിങ്ങൾക്ക് കിട്ടി നിങ്ങളുടെ സ്കോർ അപ്പോൾ 520 ആണ്, അല്ലെങ്കിൽ 450 ആണ്, 460 ആണ്, 570 ആണ്, 600 ആണ്, എത്രയെങ്കിലും ആയിക്കോട്ടെ, വാട്ട് ഓർ മേ ബി ദ സ്കോർ. ആ സ്കോർ വെച്ച് നിങ്ങളുടെ ചാൻസ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അതായത് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് MBBS കിട്ടാൻ, ഗവൺമെൻറ് MBBS ഓൾ ഇന്ത്യ ക്വാട്ടയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഗവൺമെൻറ് MBBS കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാടോ കർണാടകയോ അവിടെ സെൽഫ് ഫിനാൻസിങ്ങിൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ, സെൽഫ് ഫിനാൻസിങ്ങിൽ പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് BDS കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൃത്യമായ അനാലിസിസ് ചെയ്യണം. അതിനുവേണ്ടി പല ടൂൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കും, ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മാത്രം, അൽഗോരിതം പ്രകാരം അത് നിങ്ങളുടെ സെർച്ച് ഏരിയയിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ചാൻസസ് അനലൈസ് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഈ സ്കോർ, ഇതിന് ഒരു മടിയും നിങ്ങൾ കാണിക്കല്ലേ, ഏതാണ് നിങ്ങൾക്ക് ഈ സ്കോർ വെച്ചിട്ട് കിട്ടാൻ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുക, ഈ സ്കോർ വെച്ചിട്ട് ഏതാണ് കിട്ടാനുള്ള സാധ്യത. അതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം. മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രിപ്പയർ പ്ലാൻ B and C. അപ്പോൾ ഇതൊരു A പ്ലാനിലേക്ക് കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ A പ്ലാൻ എന്ന് പറയുന്നത് MBBS കിട്ടുക എന്ന് തന്നെ ആയിരിക്കും. നീറ്റ് എഴുതുന്ന എല്ലാ കുട്ടിയുടെ മനസ്സിലുള്ള, മിക്കവാറും 99% കുട്ടിയുടെ മനസ്സിൽ MBBS തന്നെയായിരിക്കും. ചില കുട്ടികൾക്ക് അപൂർവമായിട്ട് മറ്റു ചില കോഴ്സ് ഇവിടെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു സ്കോറിന് നിങ്ങൾക്ക് MBBS കിട്ടില്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുക, ഈ സ്കോറിന് നിങ്ങൾക്ക് MBBS കിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത 2 പ്ലാൻസ് എന്താണ്. ഇപ്പോൾ MBBS കിട്ടില്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, ഈ പ്ലാനുകളൊക്കെ നിങ്ങൾ നേരത്തെ തയ്യാറാക്കണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്യണം, ഓൾറെഡി എൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഇനി അതല്ല മറ്റേതെങ്കിലും കോഴ്സിലേക്കോ
അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അഡ്മിഷനോ ട്രൈ ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്ലാൻ ഉണ്ടാക്കണം. വാട്ട് എവർ ഇറ്റ് മേ ബി, അത് എന്ത് തന്നെയായാലും അവിടെ ഒരു പ്ലാൻ ബിയും പ്ലാൻ സി ഉണ്ടാക്കണം. ലൈഫ് നമ്മൾ സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ സാധാരണ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന 3 വേർഡ്സ് ആണ് ഫ്ലൈറ്റ്, ഫ്രീസ്, പിന്നെ ഒന്നും കൂടി ഉണ്ട്, എന്താ, ഫൈറ്റ്. ഫ്ലൈറ്റ്, FLIGHT, ഫ്ലൈറ്റ്, ഫ്രീസ്, പിന്നെന്താ, ഫൈറ്റ്. നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളിലും കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ ഈ 3 ടേം കേട്ടിട്ടുണ്ടാവും. ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടുന്ന ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരാണ് ഫ്ലൈറ്റ്. അതായത് അവർ ആ ഇഷ്യൂ വരുന്ന സമയത്ത് അവരവിടുന്ന് ഓടി രക്ഷപ്പെടും. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഒരു സിറ്റുവേഷനിൽ ഒരു അപകടം അവർക്ക് വരുമ്പോൾ അവർക്ക് ഫ്രീസ് ആവും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കൗൺസിലിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി പറയുന്നത് കേട്ടു. അപ്പോൾ റോഡിലേക്ക് കൂടെ പെട്ടെന്ന് ഒരാൾ ഉപദ്രവിക്കാൻ വന്നു. ആ ഉപദ്രവിക്കാൻ വന്ന സമയത്ത് സാറേ ഞാൻ ഫ്രീസായിട്ട് നിന്നു. ഞാൻ ഒന്നും ചെയ്യും, ഞാൻ നിലവിളിച്ചില്ല, ഞാൻ ഫ്രീസായിട്ട് അവിടെ നിന്നു. നമ്മുടെ മോൾക്ക് ഓടാൻ പറ്റില്ലേ? ഇല്ല സാറേ എനിക്ക് അങ്ങനെ പറ്റില്ല, ഞാൻ ഇങ്ങനെ ഫ്രീസായിട്ട് നിന്നു. അത് അവിടെ ഒരു ക്യാരക്ടറാണ് ഫ്രീസ് ആവുക എന്നുള്ളത്. മറ്റൊന്നാണ് ഫൈറ്റ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തോട് വ്യക്തമായിട്ട് പൊരുതി നിൽക്കുകയാണ്. ഇവിടെ നിങ്ങളെ ആദ്യത്തെ 2 ചെയ്താൽ അപകടമാണ്. ഇപ്പം നിങ്ങളുടെ ക്രൈസിസ് എന്താ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താ? നിങ്ങളൊരു പരീക്ഷ എഴുതി, അത് ക്യാൻസലായി, രണ്ടാമത് വീണ്ടും ഒരു പരീക്ഷ എഴുതി. അങ്ങനെ എഴുതുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പം നിങ്ങളുടെ മുന്നിലെ 3 ഓപ്ഷൻസ് ഇതാണ്. ഒന്ന്, ഇതിനോട് ഫൈറ്റ് ചെയ്യുക. അതായത് എനിക്ക് കിട്ടിയ ഇത് ഇങ്ങനെയാണ്, അപ്പം ഞാൻ എൻ്റെ പരമാവധി ഹാർഡ് വർക്ക് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്ന അതിൻ്റെ ലെവൽ ഓഫ് ടഫ്നെസ് ഒന്നും നമുക്കറിയില്ല. അങ്ങനെ പരമാവധി ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ ഞാൻ ഇനിയും ഫൈറ്റ് ചെയ്യും. ഒന്നുകൂടെ ഞാൻ വേണമെങ്കിൽ എഴുതാൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞാൻ ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്, ഞാൻ പുതിയ എൻ്റെ വഴിയിലേക്കൂടെ പോകും. ഈ സാഹചര്യത്തോട് ഫൈറ്റ് ചെയ്തിട്ട് കൃത്യമായ തീരുമാനം എടുക്കും. ഫ്രീസ് ആവരുത്. ഫ്രീസ് ആയിക്കഴിഞ്ഞാൽ മെന്റലി നിങ്ങളുടെ ഡൗൺ ആവും, നിങ്ങളുടെ ഫോക്കസ് പോകും, നിങ്ങളുടെ മെമ്മറി പോകും, കോൺസെൻട്രേഷൻ പോകും, മൊത്തത്തിൽ നിങ്ങളുടെ കോൺഫിഡൻസ് പോകും. ഫ്രീസ് ആവരുത്. ഇന്ന് എസ്കേപ്പ് ചെയ്യും വേണ്ട, അതിന് ബോധപൂർവം ശക്തമായിട്ട് മുന്നോട്ട് നേരിട്ട്, അതാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഫൈറ്റ് ചെയ്ത ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും കൃത്യമായിട്ട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങൾക്കല്ലേ. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ബിയും സിയും തയ്യാറാക്കുക. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ടൈം ലൈൻ എന്നാണ്. അപ്പോൾ എപ്പോഴാണ് റിസൾട്ട് വരിക, ഇനി ഇതിൻ്റെ അലോട്ട്മെന്റ് എപ്പോഴായിരിക്കും, അതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ഒരു ധാരണ, ഞാൻ ചെറിയൊരു ധാരണ തരാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സ്ട്രാറ്റജിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നീറ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 1 month ആണ് റിസൾട്ടിന് വേണ്ടിയിട്ട് അവരെടുത്തിരിക്കുന്നത്. ഒരു 20-25 ദിവസം. അപ്പം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഒരു ജൂലൈ 20-ാം തീയതിക്കുള്ളിൽ വളരെ വേഗത്തിൽ റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജൂലൈ 20-25 ആ സമയത്തിൻ്റെ ഉള്ളിൽ, ഒരു ജൂലൈ 20-25 ഉള്ളിൽ റിസൾട്ട് മിക്കവാറും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കണം. അപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ്സ് എന്നുള്ളത് വീണ്ടും ഒരു 20 days എങ്കിലും എടുക്കും. അപ്പോൾ നമുക്കൊരു ഓഗസ്റ്റ് ഒരു 15-20 കൂടിയിട്ട് ഒരു അലോട്ട്മെന്റ് പ്രോസസ്സ് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഓഗസ്റ്റ് 20 അലോട്ട്മെന്റ് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു സെപ്റ്റംബർ 20 അല്ലെങ്കിൽ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടായിരിക്കും ഈ വർഷത്തെ ക്ലാസ്സുകൾ തുടങ്ങുക. അതാണ് ഈ വർഷത്തെ ഒരു ടൈം ലൈൻ. അപ്പോൾ അത്രയും സമയം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഈ ഒരു പ്രോസസ്സിൽ വന്നിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു കോളേജ് അഡ്മിഷന് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് സെപ്റ്റംബർ പകുതി വരെ സമയമുണ്ട്. അപ്പോൾ ആ ഒരു ടൈം ലൈനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കും. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഹ്യൂജ് ആയിട്ടുള്ള ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. ജൂലൈ മുഴുവനായിട്ട് മുന്നിലുണ്ട്, അതേപോലെ ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്. അപ്പോൾ ഈ സമയമൊക്കെ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് കൃത്യമായ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൃത്യമായ ടൈം ലൈൻ മനസ്സിലാക്കുക. ഒരു അപ്രോക്സിമേറ്റ് ഒരു ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എപ്പോഴാണ് കാര്യങ്ങൾ നടക്കുക. ഇനിയാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ ഒരുപാട് കാലമായി ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ സമ്മർദ്ദങ്ങൾ അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇമോഷണലി നിങ്ങൾ പലപ്പോഴും തളർത്തിക്കളയും. കാരണം ഇതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും റീനീറ്റിൻ്റെ ഒക്കെ കേസിൽ എന്ന് വെച്ചാൽ മാനസികമായിട്ട് വളരെയധികം തളർന്ന കുട്ടികളുണ്ട്. ഇതിനൊന്ന് റീബിൽഡ് ചെയ്യാനുള്ള സമയമാണത്. നിങ്ങളുടെ ഫിസിക്കൽ വെൽനെസ്, അതായത് സാധാരണ ഇതിൽ ജിമ്മിൽ പോകുന്ന വെറുതെ മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ പറഞ്ഞു, ഞാൻ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പറയുന്നത് സ്ട്രെസ്സിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലൊരു കാര്യം ഫിസിക്കൽ എക്സസൈസ് ആണ്. അപ്പോൾ ഒരു റെഗുലറായിട്ട്, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എവിടെയും പെട്ടെന്ന് പോകാനൊന്നുമില്ല, അതായത് മറ്റ് പ്ലാൻസ് ഒന്നും ഇല്ല, ഇത് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒരു ജിമ്മിലൊക്കെ ചേർന്ന്, അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സിൽ ഇമ്മീഡിയറ്റ് റിപ്പീറ്റേഴ്സ് കോഴ്സിലോ, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യുക. അതല്ല, ഇഫ് യു വാണ്ട് ടു വെയിറ്റ് അപ് ടു സെപ്റ്റംബർ, അപ്പോൾ സെപ്റ്റംബർ വരെ ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി, അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും ചെയ്യാം. നല്ലൊരു ഫിസിക്കൽ വെൽനെസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജിമ്മിലോ അല്ലെങ്കിൽ രാവിലെ കുറച്ച് വീട്ടിൽ തന്നെ നടക്കുക, എക്സസൈസ് ഒക്കെ ചെയ്ത് ഫിസിക്കൽ വെൽനെസ് നോക്കുക, ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങളുടെ ബോഡിയൊക്കെ വളരെ വീക്കായ ഒരു ടൈമാണ്. കാരണം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ വീക്കായിട്ടുണ്ടാവും. നിങ്ങളുടെ മൊത്തത്തിൽ, അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ടെൻഷൻ വരുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ നല്ല പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു നല്ല രീതിയിൽ ഒരു ഫിസിക്കൽ വെൽനെസ് ഉണ്ടാക്കുക.
അതേപോലെ തന്നെ മെന്റൽ വെൽനെസ്. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ഒരു നമ്മളിപ്പോൾ ലൈഫിലേക്കൂടെ ഞാനിപ്പോൾ ഡെയിലി ഒരു 10-20ഓളം കുട്ടികൾ എന്തായിട്ടും പല സെഷൻസ് ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്നത്. അതായത് ഒരു 15 വയസ്സ് മുതൽ ഒരു 20 വയസ്സ് വരെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലും വിജയങ്ങളെക്കാൾ ഉണ്ടാവും പരാജയങ്ങളാണ്. അപ്പൊ ഇത് തന്നെ നമുക്കറിയാം, ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന സമയത്ത് ഒരു ചെറിയൊരു ശതമാനം കുട്ടികൾക്കാണ് കിട്ടുന്നത്. അപ്പൊ സക്സസിനേക്കാളും നമ്മൾ ഫേസ് ചെയ്യേണ്ടത് ഫെയിലിയർ ആണ്. അപ്പൊ അങ്ങനെ ഫെയിലിയർ ഫേസ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് അത് പറ്റില്ല, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ മെന്റൽ വെൽനെസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അത് വീണ്ടെടുക്കാനുള്ള സമയം കൂടിയാണ്. അതിന് പല രീതിയിൽ മെഡിറ്റേഷൻസ് ചെയ്യുക. യൂട്യൂബിൽ ഇഷ്ടം പോലെ ഇപ്പോൾ നല്ല ഇംഗ്ലീഷ് ചാനൽസിലൊക്കെ നോക്കിയാൽ ധാരാളം മെന്റൽ വെൽനെസ്സിന്റെ വീഡിയോസ് ഉണ്ടാവും. അതൊക്കെ കണ്ട് ഇപ്പൊ സാധാരണ പല രീതിയിലും ഇപ്പൊ സൈക്കോളജി പഠിച്ചവരും ചെയ്യും, പഠിക്കാത്തവരും ചെയ്യും. അപ്പൊ അത് ശരിക്കും അത് മിസ്ലീഡ് ചെയ്യുന്ന പല വീഡിയോസ് ഉണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോസ് യൂട്യൂബിൽ നിന്ന് കാണാം. ഇനി ഏതെങ്കിലും കോഴ്സസിൽ ഓൺലൈനായിട്ട് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ മെന്റൽ വെൽനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ എൻ്റെ മൈൻഡ് തന്നെയാണ്. കാരണം നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പുതിയ സ്കിൽസ് പഠിക്കുക. ഇപ്പോൾ പുതിയ സ്കിൽസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്കിൽസ് പഠിക്കുക? 17 വയസ്സായിട്ട് നീന്താൻ അറിയാത്ത ആൾക്കാരുണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ എപ്പോഴും എസെൻഷ്യലായിട്ട്, ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. അപ്പം നമുക്ക് എപ്പോഴാണ് അപകടങ്ങൾ വരുന്ന ഒന്നും അറിയില്ല. ചിലപ്പോൾ ഒരു ട്രിപ്പിൽ ഒരു പുഴയിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഒരു നീന്താൻ അറിയാത്തവർക്ക് അത് പഠിക്കാം. അതേപോലെ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത ആൺകുട്ടികളുണ്ട്, അവർക്കത് പഠിക്കാം. ഡ്രൈവിങ് 18 വയസ്സായി കഴിഞ്ഞാൽ കാർ ഓടിക്കാൻ വേണ്ടി പഠിക്കാം. അപ്പൊ പലതരത്തിലെ സ്കിൽസ്, നന്നായി എഴുതാൻ പഠിക്കാം. അപ്പൊ ഈ ഒരു കണ്ണാടിന്റെ പ്രസന്റേഷൻ സ്കിൽസ് ഒക്കെ വളരെ കുറവുള്ള കുട്ടികളുണ്ട്. അതായത് ഇനി നിങ്ങൾ ഒരു ഇന്റർവ്യൂവിനൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം, യു ഷുഡ് ഹാവ് പ്രസന്റേഷൻ സ്കിൽ. ഒരു ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ നിന്ന് സംസാരിക്കണമെങ്കിൽ അത് നേരത്തെ പ്രാക്ടീസ്. അങ്ങനെ നിങ്ങൾക്ക് ഇല്ലാത്ത എല്ലാ സ്കില്ലുകളും ക്യാരക്ടർ റീമോൾഡ് ചെയ്യുക. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഒരു 10 days പീരീഡിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അഫർമേഷൻസ് ചെയ്യുക. അങ്ങനെ ഒരുപാട്, ഇപ്പൊ യൂട്യൂബ് എന്നുള്ളൊരു സോഴ്സ് ഉള്ളതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, പുതിയ സ്കിൽസ് നിങ്ങൾക്ക്. സ്പോക്കൺ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് കുറവുള്ള കുട്ടികളുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പുതിയ സ്കിൽസ് പഠിക്കുക. ട്രാവൽ ടു യുവർ ഫേവറേറ്റ് പ്ലേസസ്, അതായത് നിങ്ങൾ പലപ്പോഴും പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലം കുറച്ച് ദൂരമായിരിക്കും, ചിലപ്പോൾ 4-5 ദിവസം വേണ്ടി വരും, അവിടത്തേക്ക് ട്രാവൽ ചെയ്യുക. കാരണം പിന്നീട് പറ്റിയെന്ന് വരില്ല. വൺസ് യു ജോയിൻഡ് ഇൻ എ കോളേജ് യു വിൽ നോട്ട് ഗെറ്റ് ദ ടൈം ഫോർ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ട്രാവലിംഗ് പ്ലാനൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ ആരോടെങ്കിലും പ്ലാൻ ചെയ്ത് ആ രീതിയിൽ ട്രാവലിംഗ് ചെയ്യുക. പിന്നെ സ്വയം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം ഒരു എൻട്രൻസ് പരീക്ഷ പോലെ തന്നെയാണ് ലൈഫും. എൻട്രൻസ് പരീക്ഷയിൽ ഒരു ഹാളിൽ ഒരുപാട് പേരുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒറ്റക്കാണ്. നമ്മുടെ റോൾ നമ്പർ ഡിഫറൻ്റ് ആണ്, അടുത്ത കുട്ടിയുടെ വേർഷൻ ഡിഫറൻ്റ് ആണ് അല്ലേ? അപ്പം നമുക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ ഹെൽപ്പ് കിട്ടില്ല. അതുപോലെ തന്നെയാണ് ലൈഫും. ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഒറ്റക്കാണ്. അപ്പം നമ്മളെ നന്നായിട്ട് സ്നേഹിക്കുക, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക, നമ്മുടെ ദൗർബല്യങ്ങൾ സ്നേഹിക്കുക. അപ്പം അതിനെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതിനുള്ളൊരു സമയം കൂടിയാണ് ഈ വരുന്ന ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, എന്തായാലും നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ 2 തരത്തിലുണ്ട്. ഈ സീറ്റ് അലോട്ട്മെന്റിനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഉണ്ട്, സ്റ്റേറ്റ് കൗൺസിലിംഗ് ഉണ്ട്. ഇത് രണ്ടിലും നന്നായിട്ട് പങ്കെടുക്കണം. കാരണം ഓൾ ഇന്ത്യ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 1,30,000-ഓളം അടുക്കാണ് സീറ്റിന്റെ എണ്ണം. അതിന്റെ 15% നമുക്ക് ക്ലെയിം ചെയ്യാം. കേരള സംസ്ഥാനത്തും കൗൺസിലിംഗ് നടക്കുക. 2 കൗൺസിലിംഗിൽ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഓപ്ഷൻ കൊടുക്കുക, അടിപൊളിയായിട്ട് അതിൽ പങ്കെടുക്കുക. അതിനാവശ്യമായ ഡോക്യുമെന്റ്സ് റെഡിയാക്കുക. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഡോക്യുമെന്റ്സ് വേണം. ആധാർ കാർഡ്, നീറ്റിന്റെ സ്കോർ കാർഡ്, അഡ്മിറ്റ് കാർഡ്, മാർക്ക് ഷീറ്റ്, ID പ്രൂഫ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുക. പിന്നെ ടെൻഷന്റെ ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. 3ാമത്തെ, എന്താണ് നിങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ, അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഇതേപോലെ മുന്നോട്ട് പോയിട്ട്. അപ്പോൾ മക്കളെല്ലാവരും ടെൻഷൻ അടിക്കാതെ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഈ വർഷത്തെ കട്ട് ഓഫിലൊക്കെ നല്ല വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ മികച്ചൊരു കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോ സീരീസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.